നമസ്തേ, എല്ലാവർക്കും എൻട്രി ഫ്യൂച്ചർ കേരള PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കരളിനെ കുറിച്ചാണ്. കരളെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒരു അവയവമാണ് കരൾ. ആ കരളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടിപിടിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടിപിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ കരളിൽ വെച്ചിട്ടാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ അമിതമായാൽ കരളിൽ അടിയുന്ന വൈറ്റാമിനാണ് വൈറ്റാമിൻ A എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ K ആണ്. അപ്പം വിറ്റാമിൻ Aയും Kയും മറന്നു പോകരുത്. A എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ, നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ അമിത കുടവയറൊക്കെ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫാറ്റി ലിവർ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലേക്ക് കൊഴുപ്പടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ബാധിക്കുന്നത് നമ്മുടെ കരളിനെയാണ്. അപ്പോൾ അമിതമായാൽ നമ്മളെ ബാധിക്കുന്നത് വൈറ്റാമിൻ Aയും അതുപോലെ തന്നെ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ എന്ന് പറയുന്നത് Kയുമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്ത് ചോദിച്ചാലും കരളെന്ന് മാത്രമായിരിക്കും ഉത്തരം. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നതാണ് കരൾ. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ആന്തരിക അവയവവും കൂടിയാണ് കരളെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം, താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം, ഇതൊക്കെ നമ്മുടെ കരളാണ്. ഇതിൽ എന്ത് ചോദിച്ചാലും ഉത്തരം എന്ന് പറയുന്നത് കരളാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇട്ട് ഫോളോ ചെയ്യുക.